കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേരളത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയിൽ ബി.ജെ.പി. പ്രതിഷേധം ശക്തമായതോടെ കന്യാസ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതേസമയം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞതിൽ ഉരുണ്ട് കളിക്കുകയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ. അവിടെ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്നും എന്നാൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ അതിനുവേണ്ടി പോയതല്ലെന്നും ഇപ്പോൾ എന്തിനാണ് പോയതെന്ന് പറയില്ലെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സ്വാതി, എന്തൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്? അജിംഷാദി, കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ആ പ്രതിഷേധങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ടത്. ഈ പരിവർത്തനവുമോ അല്ലെങ്കിൽ മനുഷ്യക്കടത്തോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. അത് ചില ആശയവിനിമയത്തിൽ ഉണ്ടായ പ്രശ്നം മാത്രമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഈ ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരു പ്രധാന പ്രശ്നമായി വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു നിയമം ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ പാസ്സാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ മലയാളി കന്യാസ്ത്രീമാർ എത്തിയത് അതിനുവേണ്ടിയല്ല, അത്തരത്തിൽ മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ നടത്താൻ വേണ്ടിയല്ല വന്നിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില ചർച്ചുകളും അതോടൊപ്പം ബന്ധുക്കോസുകളും ഇത്തരത്തിൽ മതപരിവർത്തനം നടത്താറുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ബി.ജെ.പി. മാത്രമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരം കാണാൻ അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീമാർക്കും ക്രൈസ്തവ വിഭാഗങ്ങൾക്കും നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി തുടരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയും രാഷ്ട്രീയ പാർട്ടിയും മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളും ഇവർക്ക് വേണ്ടി വാദിക്കുന്നില്ല എന്നൊരു കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർക്കുന്നത്. എന്തായാലും വലിയ ഭയപ്പാട് അല്ലെങ്കിൽ ബി.ജെ.പിക്ക് ഈ വിഷയം വലിയ തിരിച്ചടിയാകുമെന്നുള്ള ഭയപ്പാടിൽ കന്യാസ്ത്രീമാരോടൊപ്പമാണ് ഞങ്ങൾ എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ ചെയ്തിട്ടുള്ളത്. മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ നടന്നിട്ടില്ല, അത് വെറും ആരോപണങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിൽ നിന്നും അദ്ദേഹം ഉരുണ്ട് കളിക്കുന്നത്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തെയും അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ട്. അത് വലിയ പ്രശ്നമായി ഛത്തീസ്ഗഡിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രി അത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വസ്തുതകൾ വെളിപ്പെടുത്താൻ താൻ ഇപ്പോൾ തയ്യാറല്ല എന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ തന്റെ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ വ്യാപകമായ പ്രതിഷേധം ഉടലെടുക്കുകയാണ്. പ്രതിപക്ഷ നേതാക്കൾ ഛത്തീസ്ഗഡിലേക്ക് പോയി. ബൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള ഇടത് സംഘമാണ് ഛത്തീസ്ഗഡിൽ എത്തിയിരിക്കുന്നത്. സ്വാതി, പാർട്ടി നേതാക്കളൊക്കെയും ഇപ്പോൾ ഛത്തീസ്ഗഡിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 12:30 ദില്ലിയിൽ നിന്നും ബൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിലുള്ള 5 സംഘമാണ് ഛത്തീസ്ഗഡിലേക്ക് സന്ദർശനം നടത്തുന്നത്. അതിൽ എ റഹീം എം പി, അതോടൊപ്പം കെ രാധാകൃഷ്ണൻ, ജോസ് കെ മാണി, പി സുനീർ എന്നിവരാണ് ആ സംഘത്തോടൊപ്പം ബൃന്ദ കാരാട്ടിനോടൊപ്പം ഉള്ളത്. നിലവിൽ കന്യാസ്ത്രീമാരെ നേരിട്ട് കണ്ടുകൊണ്ട് ഈ വിഷയങ്ങൾ അറിയുക എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ ആക്രമിക്കപ്പെട്ട പെൺകുട്ടികൾക്കും കന്യാസ്ത്രീമാർക്കും വേണ്ട എല്ലാ സഹായങ്ങളും ഇടതുപക്ഷം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരെ നേരിട്ട് കണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഈ വിഷയത്തിൽ ശബ്ദമുയർത്തണം. ഇത് രാജ്യത്തെ ഭരണഘടനയെ സംരക്ഷിക്കുവാനുള്ള നീക്കമാണ്. അതോടൊപ്പം ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ വലിയ ക്രൈസ്തവ മതന്യൂനപക്ഷ വേട്ടകൾ നടക്കുന്നുണ്ട്. ഇതിനെതിരെയും ശബ്ദമുയർത്തണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ ഛത്തീസ്ഗഡ് സന്ദർശനത്തിലൂടെ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്.